മുന്നണി വിപുലീകരണം വേണമെന്ന LDF കൺവീനറുടെ നിലപാട് ശരിവെച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. നിലപാടുകൾ അംഗീകരിക്കുന്നവർക്ക് ഇടതുപക്ഷത്തേക്ക് വരാം, അതിനായി വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. അൻവറിന്റെ കാര്യത്തിൽ ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്നും ജോസ് കെ മാണി 24-നോട് പറഞ്ഞു. അത് ഞങ്ങൾ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ. നമുക്ക് നമ്മുടെ നിലപാടിനോടും നമ്മുടെ നയമായിട്ടുള്ള പരിപാടികളോടും യോജിച്ച് പോകുന്നവര് ഇടതുപക്ഷത്തേക്ക് ഞങ്ങൾ വാതിൽ തുറന്നതാണ്. മനസ്സിലായല്ലോ. ഇപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വളരെയധികം നേതാക്കന്മാർ പ്രാദേശികമായി മറ്റു മുന്നണികളിൽ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും വന്നു, ഇന്നും വരുന്നുണ്ട്. അൻവർ വന്നതും പോയതും ഒക്കെയുള്ള വിഷയങ്ങൾ അറിയാം. അത് ഒരു പാർട്ടി മുന്നണിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹം പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അതിലേക്കൊരു ചർച്ചയ്ക്ക് പോകേണ്ട ഒരു കാര്യമില്ലല്ലോ. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇന്ന് രാവിലെയാണ് TP രാമകൃഷ്ണൻ അങ്ങനെ ഒരു നിലപാട് അറിയിച്ചത്. അതിനോടുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം എങ്ങനെയാണ്? അനുജ, നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആരാണ് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. UDFന്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും മുന്നണിയിലേക്ക് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അഭ്യൂഹങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഘടകകക്ഷികൾ അവിടെ നിന്നും LDFിലേക്ക് വരുമോ എന്നുള്ളതാണ് സംശയം. എന്തായാലും LDF കൺവീനർ പറഞ്ഞതിനെ അപ്പാടെ പിന്തുണയ്ക്കുകയാണ്. അല്ലെങ്കിൽ LDFന്റെ നിലപാടുകൾ അംഗീകരിക്കുന്ന ആർക്കും LDFിലേക്ക് വരാം, വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ജോസ് കെ മാണിയും മുന്നോട്ട് വെക്കുന്നത്. അൻവറിന്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം പറയുന്നില്ല. മുന്നണി അത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടാണ് ജോസ് കെ മാണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ മുന്നണി മാറ്റ ചർച്ചകൾ സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസിലെ ഏതെങ്കിലും വിഭാഗം UDF വിട്ട് മുന്നണിയിലേക്ക് വരുമോ, LDFിലേക്ക് വരുമോ എന്നതടക്കമുള്ള ചർച്ചകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ജോസ് കെ മാണി പറഞ്ഞത് നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പലരും പാർട്ടിയിൽ ചേരാൻ വന്നിട്ടുണ്ട്, LDFന്റെ ഭാഗമാകുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കവും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നിർണായക നീക്കങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുജ, ശരി, മുന്നണി വിപുലീകരണം വേണമെന്ന LDF കൺവീനറുടെ നിലപാട് ശരിവച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി.